നല്ല ന്യൂസാണല്ലോ കാണുന്നത്. ഇത് ഇത്രയും വലിയ വിവാദമാകുമെന്ന് പുള്ളിയും കരുതിയില്ല. ആ പരിപാടി കണ്ട കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും അയാള് ആസിഫിലെ ഇഗ്നോർ ചെയ്താണെന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ജയരാജിനെ സ്റ്റേജിലേക്ക് വിളിക്കാനും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കാനും അത് കഴിഞ്ഞ് കെട്ടിപ്പിടിക്കാനും മറക്കാത്ത ആൾക്ക് എന്തുകൊണ്ടാണ് ആസിഫ് അലിക്ക് ഒരു പുഞ്ചിരി പോലും കൊടുക്കാൻ പറ്റാതെ പോയത്? ആ പറഞ്ഞത് ശരിയാണ്. ഒരാളെ തഴഞ്ഞിട്ട് വേണോ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യാൻ? അതിൽ ഏറ്റവും വലിയ രസം പരിപാടി അനൗൺസ് ചെയ്ത അവതാരിക സന്തോഷ് നാരായണൻ എന്നാണ് പറഞ്ഞത്. രമേശ് നാരായണനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു, പോരാത്തതിനെ പേരും തെറ്റിച്ചു വിളിച്ചു. അത് ശരിക്കും സംഘാടകരുടെ പിടിപ്പീട് തന്നെയാണ്. എന്തായാലും ആസിഫ് അലി മര്യാദ കാട്ടി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ രംഗമുഷളവാതെ അന്തസ്സോടെ പെരുമാറി. ഇതൊന്നുമല്ല പ്രശ്നം. ഈ പ്രശ്നം വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ഏതായാലും ശരിയല്ല. ഇതിനു മുമ്പ് അനിൽ രാധാകൃഷ്ണ മേനോൻ ഇതുപോലൊരു വിവാദത്തിൽ പെട്ടിരുന്നതാണ്. ആളുകൾ എല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ശരിക്കങ്ങ് പെരുമാറി. അതിനുശേഷം പുള്ളി ഒരു സിനിമയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. കലാകാരന്മാർ സമൂഹത്തിൽ വലിയ പ്രതിബദ്ധത ഉള്ളവരാണ് എന്തെങ്കിലും ഒന്ന് ഓർക്കണമായിരുന്നു. ശരിയാണ്, ആളുകൾ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏതായാലും അദ്ദേഹം പരസ്യമായി മാപ്പ് പറഞ്ഞു. എല്ലാവരും ആസിഫലിയുടെ കൂടെ നിന്നു. ആസിഫലിയുടെ ആ ചിരി ഉണ്ടല്ലോ, അഹങ്കാരത്തെ തോൽപ്പിച്ച ചിരി, ഗർവിനെ കീഴടക്കിയ ചിരി, സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആ ചിരി, ആ ചിരിയല്ലേ ശരി.